നമസ്തേ ആപ് സभी को हमारे ചാനൽ पर ഹാർദിക് സ്വാഗതം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 5ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ടോമി ഔർ മേം എന്ന കഥയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ധൂപ് ആ ഗയി എന്നുള്ള കവിത നമ്മൾ പഠിച്ചു. അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു. രണ്ടാമത്തെ ചാപ്റ്ററായിട്ട് വരുന്നത് ടോമി ഔർ മേം, ഒരു ചിത്രകഥയാണ്. നല്ല രസമുള്ളൊരു കഥയാണ് കേട്ടോ. അപ്പോൾ കഥയുടെ പേരെന്താണ് മക്കളെ? ടോമി ഔർ മേം, ടോമിയും ഞാനും. എന്താണ്? ടോമിയും ഞാനും. അതെങ്ങനെയാണ് ഹിന്ദിയിൽ പറയുക? ടോമി ഔർ മേം. ആരാണ് എഴുതിയത്? പ്രോയ്ത്തിയ റായുടേതാണ് ടോമി ഔർ മേം എന്നുള്ള കഥ. അപ്പോൾ കഥയായാലും കവിതയായാലും അത് എഴുതിയിട്ടുള്ള ആളെ നമ്മൾ പഠിക്കണം കേട്ടോ. ആ പേരൊന്ന് നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കണം. ഒരു പെൺകുട്ടിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആരാണത്? താഴെ എഴുതിയിട്ടുണ്ട് മേം നീതു ഹൂം. ആരാണ്? ഞാൻ നീതുവാണ്. അതേപോലെ നിങ്ങൾ എന്ത് പറയണം? നിങ്ങളുടെ പേര് വെച്ചിട്ട് നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ ഹിന്ദിയിലൊന്ന് പറയാൻ ശ്രമിക്കണം. മേം റാണി ഹൂം അല്ലേ? മേം അജയ് ഹൂം, മേം അമൽ ഹൂം. അങ്ങനെ ഓരോ കുട്ടിയും നമ്മുടെ പേരുകൾ ഹിന്ദിയിൽ പറയാൻ പഠിക്കണം കേട്ടോ. ഞാൻ ആരാണ് എന്നുള്ളത് നമ്മൾ പറയാൻ പഠിക്കണം. ഇനി അടുത്ത പേജ് നോക്കിയാട്ടെ. ഒരു ചിത്രം, ഒരു പെൺകുട്ടി പുതപ്പൊക്കെ പുതച്ച് ഉറങ്ങുന്നുണ്ട് അല്ലേ? അവിടെ താഴെ എന്താണ് എഴുതിയത്? വോ സർദിയോം കി രാത്രി. വഹ് എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഹിന്ദിയിൽ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ വോ വോ. നമ്മൾ എന്താണ് ഹിന്ദിക്കാരെയൊക്കെ ശ്രദ്ധിച്ചാൽ അവർ വഹ് വഹ് എന്ന് പറയില്ല, വോ ഏ അങ്ങനെ അവർ പറയും. അപ്പോൾ നമ്മൾ വഹ് എന്ന് പറയരുത്, വോ. വോ സർദിയോം കി രാത്രി. എഴുതുമ്പോൾ നമ്മൾ വഹ് എഴുതണം കേട്ടോ. വഹ് എന്ന് എഴുതണം, പറയുമ്പോൾ വോ എന്ന് നമ്മൾ പറയണം. വോ സർദിയോം കി രാത്രി. അത് തണുപ്പുള്ള രാത്രിയായിരുന്നു അല്ലേ? തണുപ്പത്ത് നമ്മൾ എന്താണ് ചെയ്യുക? നമ്മളെല്ലാവരും തണുപ്പുള്ള രാത്രിയിൽ എന്താ ചെയ്യുക? എല്ലാവരും മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങും അല്ലേ? അത് തന്നെയാണ് ആ പെൺകുട്ടിയും ചെയ്തിട്ടുള്ളത്. താഴെ നോക്കിയാട്ടെ ഒരു ചിത്രം. ആ പെൺകുട്ടി എന്താണ് ചെയ്യുന്നത്? ജനലിലൂടെ റോഡിലേക്ക് നോക്കുവാണ്. അപ്പം എന്താണ് കാണുന്നത്? ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ അല്ലേ, റോഡിലായിട്ട് ഒരു പട്ടിക്കുട്ടി തണുത്ത് വിറച്ചിരിക്കുന്നത് കാണുന്നുണ്ടല്ലേ? അപ്പോൾ അടുത്ത പേജിലെ ഒരു ചിത്രം നോക്കിയാട്ടെ. ആ പെൺകുട്ടി ടോർച്ചൊക്കെ എടുത്ത് ആ പട്ടിക്കുട്ടിയുടെ അടുത്തെത്തി അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? പട്ടിക്കുട്ടിയെ എടുത്ത് ഒരു കൊട്ടയിലാക്കി അതിന് പാലൊക്കെ കൊടുത്ത് സംരക്ഷിച്ചു. അപ്പോൾ ആ പട്ടിക്കുട്ടിക്ക് അല്ലേ, പട്ടിക്കുട്ടിക്ക് എന്തായി? സന്തോഷമായി. അവൾക്ക് പട്ടിക്കുട്ടിയെ ഇഷ്ടപ്പെട്ടു അല്ലേ? അതുകൊണ്ട് എന്താക്കി? അവൾ പട്ടിക്കുട്ടിയെ നല്ല സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിച്ചു അല്ലേ? അടുത്ത ചിത്രം നോക്കിയാട്ടെ. അവളും പട്ടിക്കുട്ടിയും ഒരേ റൂമിലാണ് കിടന്നുറങ്ങുന്നത് അല്ലേ? അവളുടെ റൂമിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട് പട്ടിക്കുട്ടി. കൊട്ടയിലും അവൾ ബെഡിലുമായിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. താഴെ നോക്കിയാട്ടെ. നീതു പട്ടിക്കുട്ടിക്ക് ചായയും ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട് ഉസേ ചായ് കെ സാത്ത് ബിസ്കുറ്റ് ഖാന ബഹുത് പസന്ത് താ. ഉസേ ചായ് കെ സാത്ത് ബിസ്കുറ്റ് ഖാന ബഹുത് പസന്ത് താ. അപ്പോൾ അവന് ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് കേട്ടോ. ഖാന എന്ന് പറഞ്ഞാൽ കഴിക്കുക. ബഹുത് എന്ന് പറഞ്ഞാൽ വളരെ. ഉസേ എന്ന് പറഞ്ഞാൽ അവന്. ചായ എന്ന് പറഞ്ഞാൽ ചായ. കേസാത്ത് എന്ന് പറഞ്ഞാൽ ചായയുടെ കൂടെ. കൂടെ എന്നാണ് കേസാത്തിൻ്റെ അർത്ഥം. ഉസേ ചായ് കെ സാത്ത് അവന് ചായയുടെ കൂടെ ബിസ്കുറ്റ് ഖാന ബിസ്ക്കറ്റ് കഴിക്കാൻ ബഹുത് പസന്ത് താ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ നമുക്ക് ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ? അടുത്ത് നോക്കിയേ. അവൾ പട്ടിക്കുട്ടിയെ കളിപ്പിക്കുന്നുണ്ട്. അവർ മേരെ സാത്ത് ഖേൽന. എന്താണ് ചെയ്യുന്നത്? എൻ്റെ കൂടെ കളിക്കാൻ. കോമയിട്ടിട്ടുണ്ട്. അടുത്ത ചിത്രം നോക്കിയേ. ഫാനിൻ്റെ താഴെ കിടന്നുറങ്ങുന്നുണ്ടല്ലേ? എന്താണത് ഹിന്ദിയിൽ പറയുക? പംഖെ കെ നീച്ചെ സോന. ഫാനിന് താഴെ ഉറങ്ങാൻ. പിന്നെന്താണ് പറയുന്നത്? നീതുവിൻ്റെ പുസ്തകങ്ങളൊക്കെ എന്തുണ്ട്? കടിച്ചു കീറിയിട്ടുള്ളൊരു ചിത്രമാണ്. പിന്നെന്താണ് പറയുന്നത്? ഔർ കിതാബ് പഠന. ഔർ കിതാബ് പഠന.
പുസ്തകം വായിക്കാനും ആർക്കിഷ്ടമാണ്? പട്ടിക്കുട്ടിക്ക് ഇഷ്ടമാണ്. അപ്പോൾ പട്ടിക്കുട്ടിക്ക് എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ? चाय के साथ बिस्कुट खाना और मेरे साथ खेलना, पंखे के नीचे सोना और किताब पढ़ना उसे बहुत पसंद था അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പട്ടിക്കുട്ടിക്ക് ഇഷ്ടമുള്ളത്. എന്തൊക്കെയാണ്? ബിസ്ക്കറ്റ് കഴിക്കാനും, ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കാനും, നീതുവിൻ്റെ കൂടെ കളിക്കാനും, ഫാനിൻ്റെ താഴെ ഉറങ്ങാനും, പുസ്തകങ്ങൾ വായിക്കാനും പട്ടിക്കുട്ടിക്ക് ഇഷ്ടമായിരുന്നു. അടുത്ത പേജ് നോക്കിയാട്ടെ. നീതു സ്കൂളിൽ പോവുകയാണല്ലേ. അപ്പം എന്താണ് പറയുന്നത്? ഉസെ മേരാ ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താ ഥാ. ഉസെ അവന്, മേരാ ബാഹർ ജാന ഞാൻ പുറത്തു പോകുന്നത്, ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താ ഥാ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അവൾ പുറത്തു പോകുന്നത് എന്തായിരുന്നില്ല? പട്ടിക്കുട്ടിക്ക് ഇഷ്ടമായിരുന്നില്ല അല്ലേ? ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പട്ടിക്കുട്ടിക്ക് നീതു പുറത്തു പോകുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അടുത്ത പേജ് നോക്കിയേ. ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത് ഖുഷ് രഹത്തെ. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചാണല്ലേ ചിത്രത്തിൽ കാണുന്നത്. നമ്മൾ എപ്പോഴൊക്കെയാണോ ഒരുമിച്ചുള്ളത് അപ്പോഴൊക്കെ നമ്മൾ വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർ രണ്ടാളും ഒരുമിച്ചുള്ള നിമിഷങ്ങൾ എന്താണ്? വളരെ സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു എന്നാണ് നീതു പറയുന്നത്. അപ്പോൾ വളരെ എന്താ പറയുക, നല്ല രസമുള്ളൊരു കഥയാണ്. വളരെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ വായിച്ച് പഠിക്കണം. പുതിയ പുതിയ വാക്കുകളൊക്കെ പഠിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളാണ്. അത് നിങ്ങൾ പറയാനും പഠിക്കണം കേട്ടോ. അപ്പോൾ ടോമിയുടെ ഇഷ്ടങ്ങളൊക്കെ, ടോമിക്ക് എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ എന്നുള്ളതൊക്കെ നിങ്ങൾ ഹിന്ദിയിൽ തന്നെ പറഞ്ഞ് പഠിക്കണം. കാരണം ഹിന്ദി എന്നുള്ളത് ഒരു പുതിയ ഭാഷയാകുമ്പോൾ നിങ്ങൾ ആ ഭാഷയിലെ വാക്കുകളൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് പറഞ്ഞ് പഠിച്ച് കൊണ്ടിരിക്കണം. ഓക്കെ, പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും വായിക്കാൻ പ്രത്യേകം ശ്രമിക്കണം കേട്ടോ. വായനയാണ് ഏറ്റവും നല്ലൊരു ടൂൾ എന്ന് പറയുന്നത്. നമ്മൾ വായിച്ചു കൊണ്ടിരിക്കണം, വായിച്ചാലേ വളരും കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിക്കുക. കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കഥ എഴുതിയ ആളെയൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. പ്രോയ്ത്തി റായുടേതാണ് ടോമി ഔർ മേം എന്നുള്ള കഥ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ധന്യവാദ്.